ഫേസ്ബുക്കിൽ പടരുന്ന 10 ഇയർ ചലഞ്ചിൽ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും പോസ്റ്റ് ചെയ്ത് ആഘോഷമാക്കുകയാണ് പലരും. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു 10 ഇയർ ചലഞ്ചാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത്. ക്യാൻസറിനെ അതിജീവിച്ച തന്റെ 10 വർഷങ്ങളെ ഒറ്റ ചിത്രത്തിലാക്കുമ്പോൾ മമത നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു ചിരിയോടെ ക്യാൻസറിനോട് പടവെട്ടുന്ന ഒരുപാട് വ്യക്തികളുടെ പ്രതീകമാവുകയാണ് ക്യാൻസർ ദിനത്തിൽ മമത മോഹൻദാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം. അവരുടെ 10 ഇയർ ചലഞ്ചിലുണ്ട് അവർക്ക് പറയാനുള്ളതെല്ലാം. 2019 ക്യാൻസർ ദിനത്തിൽ മമത പറയുന്നു, എനിക്ക് ക്യാൻസർ കിട്ടി, പക്ഷേ ക്യാൻസറിന് എന്നെ കിട്ടിയില്ല. 2009 എൻ്റെ ജീവിതത്തിലെ എല്ലാം മാറ്റിമറിച്ചു. എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ പദ്ധതികളെയും അത് ബാധിച്ചു. 2019 തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങൾ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. നന്നായി പൊരുതി, കരുത്തോടെ നിന്നു, അതിജീവിച്ചു. അതിൽ ഏറെ അഭിമാനമുണ്ട്. ഇത്രയധികം വർഷങ്ങൾ മനക്കരുത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കുന്നത് ചെറിയ കാര്യമല്ല. അത് ചെയ്തു തന്നെ കാണിച്ചു. അതിന് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. അച്ഛനും അമ്മയ്ക്കുമാണ് എല്ലാത്തിനും നന്ദി പറയേണ്ടത്. അവരോടുള്ള കടപ്പാട് വെറുമൊരു നന്ദി വാക്കിൽ ഒതുക്കാനാവുന്നതല്ല. സഹോദര സ്നേഹം എന്തെന്ന് കാണിച്ചു തന്ന കസിൻസിനും തളരാതെ പോരാടാനായി വെല്ലുവിളിച്ചിരുന്ന സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒരുപാട് നന്ദി. ഇങ്ങനെയാണ് മമത കുറിക്കുന്നത്. 2009 ക്യാൻസറിന് ചികിത്സയിലായിരുന്നപ്പോഴുള്ള ചിത്രവും 2019 ചിത്രവും പങ്കുവെച്ചാണ് മമതയുടെ പോസ്റ്റ്. ലോക ക്യാൻസർ ദിനത്തിലായിരുന്നു താരം തന്റെ 10 വർഷം മുമ്പത്തെ ചിത്രം പോസ്റ്റ് ചെയ്തത്. ക്യാൻസർ ബാധിച്ച് മുടി മൊട്ടയടിച്ചപ്പോഴുള്ള ചിത്രവും 10 വർഷത്തിന് ശേഷമുള്ള ചിത്രവും താരം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഫേസ്ബുക്ക് കുറിപ്പും. വർഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപാണ് മമതയ്ക്ക് ക്യാൻസർ രണ്ടാമതും വരുന്നത്. എന്നാൽ നേരത്തെ വാക്കു പറഞ്ഞതിന്റെ പേരിൽ വർഷം സിനിമ പൂർത്തീകരിക്കുകയായിരുന്നു. വേദന കടിച്ചമർത്തി പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ടായിരുന്നു വർഷത്തിൽ അഭിനയിച്ചത്. 2011 ബാല്യകാല സുഹൃത്തും ബഹ്റിനിൽ ബിസിനസ്സുകാരനുമായ പ്രജിത് പത്മനാഭനെ വിവാഹം ചെയ്ത മമത തുടർന്നും സിനിമയിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ ആ ദാമ്പത്യ ബന്ധത്തിന് വെറും 1 വർഷത്തെ ആയുസ്സു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന താരമായത് സന്തോഷമുണ്ടെന്നും കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരാളെ വിവാഹം കഴിച്ചിട്ട് ആ ദാമ്പത്യം പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ സങ്കടമാണെന്നും മമത പറയുന്നു. ചുറ്റും ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ക്യാൻസർ കാർന്നു തിന്നുന്ന ശരീരവുമായി ജീവനു വേണ്ടി പോരിടുന്ന ഒരുപാട് ആളുകൾ. വീണ്ടും വീണ്ടും പിടിമുറക്കുന്ന ക്യാൻസറിനെതിരെ പോരാടി വിജയിച്ച് തിരിച്ചു വന്നവർ. കുടിൽ തൊട്ട് കൊട്ടാരം വരെയും താരങ്ങളുടെ ആകാശം മുതൽ പാവങ്ങളുടെ നരകക്കുഴി വരെയും കടന്നു ചെന്ന ക്യാൻസറിന്റെ വേരുകളെ പിഴുതെറിയാൻ കരുത്തേകുന്നത് ക്യാൻസറിനെ പിഴുതെറിഞ്ഞവരുടെ അതിജീവനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നേർചിത്രങ്ങൾ തന്നെയാണ്.